Hi friends, welcome back to our channel Thasni's Kitchen. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. കസ്റ്റാർഡ് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് ഈ പാനിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു കറക്റ്റ് മധുരമാണ് കേട്ടോ. ഈ ഒരു 1/4 കപ്പ് ചേർക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഷുഗറൊക്കെ മെൽറ്റായി ആ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വീണ്ടും നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ അത് ആ കസ്റ്റാർഡ് നല്ലതായിട്ട് കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാംഗോ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മാംഗോ എസെൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ഈ ഒരു മാംഗോയുടെ മിക്സും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മിക്സ് നമുക്ക് സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് അത്രയും ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തണുത്തിട്ടുള്ള നല്ലതായിട്ട് തണുക്കണം കേട്ടോ. തണുത്ത കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി ഒഴിക്കരുത്, ശ്രദ്ധിക്കണം. നല്ലതായിട്ട് തണുക്കണം. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മാംഗോ എസെൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാംഗോ എസെൻസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു കണ്ടെയ്നർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് എയറൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഐസ്ക്രീം ഇതാ നല്ല സെറ്റായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറോളം നിങ്ങൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഇനി അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഐസ്ക്രീം നമുക്ക് സെർവ് ചെയ്യാം. ഒരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മാംഗോ എസെൻസ് ചേർത്തതുകൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മാംഗോൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റാർഡിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു വാനിലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ 2 ബൗളിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം സെറ്റ് ആവുന്ന സമയത്ത് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുന്നേയുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി കാണാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഈസി റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.